അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ സാധാരണ ഇലക്ട്രിക് ബാറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൊതുകിനെയും ഈച്ചനെയും ഒക്കെ കൊല്ലാറുണ്ടല്ലേ? ഇതാ ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ അങ്ങനെ കൊല്ലാൻ പാടുണ്ടോ? ഇത് അധികമാരും പറഞ്ഞു തരാത്ത മസാലയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോക്ക് താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തുക, എന്നിട്ട് തുടർന്ന് കാണുക. ഇങ്ങനെ ഈ ബാറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൊതുകിനെയും ഈച്ചനെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ കൊല്ലുന്നതിന്റെ വിധി എന്താണ്? ഇസ്ലാം എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ബഹുമാനപ്പെട്ട അബൂദാവൂദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദീസിന്റെ ഗ്രന്ഥമായ സുന്ന അബൂദാവൂദ് എന്ന് പറയുന്ന കിതാബില് ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. എന്താണ് സംഭവം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് അവര് ഉറുമ്പുകള് കൂട്ടം കൂട്ടമായി താമസിക്കുന്ന സ്ഥലം കണ്ടു. ഉറുമ്പുകളുടെ കറിയ എന്നാണ് പറഞ്ഞത്. കറിയ എന്ന് പറഞ്ഞാൽ അർത്ഥം നോക്കുകയാണെങ്കിൽ ഗ്രാമം എന്നാണ് അർത്ഥം. അതായത് ഉറുമ്പുകൾ കൂട്ടം കൂട്ടമായി താമസിക്കുന്ന അവരുടെ വാസസ്ഥലം. ആ സമയത്ത് സ്വഹാബത്ത് ഈ ഉറുമ്പുകളെ തീ വെച്ച് കരിച്ചു കളഞ്ഞു. ഇത് കണ്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ ഉറുമ്പിനെ കരിച്ചു കളഞ്ഞത്? സ്വഹാബാക്കൾ പറഞ്ഞു, ഞങ്ങളാണ് നബിയെ. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതൊരു ജീവനുള്ള വസ്തുവിനെയും തീ കൊണ്ട് കരിച്ചു കളയാനുള്ള അധികാരം നമുക്ക് ഇല്ല. അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. കൊല്ലാൻ പാടുണ്ടോ കൊല്ലാൻ പാടില്ലേ അത് വിഷയം വേറെയാണ്. അതും ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്ത് പോകാതെ വീഡിയോ മുഴുവനായും കാണുക. തീ കൊണ്ട് കരിച്ചു കളയാനുള്ള അധികാരം അത് അള്ളാഹുവിനിക്ക് മാത്രമേ ഉള്ളൂ. ഏത് ജീവനുള്ള വസ്തുവിനെയും, ഈ ഉറുമ്പ്, കൊതുക്, ഈച്ച അത് മാത്രമൊന്നല്ല, ഏത് ജീവനുള്ള വസ്തുവിനെയും തീ കൊണ്ട് കരിച്ചു കളയാനുള്ള അധികാരം അള്ളാഹുവിനിക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ബാറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രാണികളെ കൊല്ലുമ്പോൾ അതിനെ നമ്മൾ കരിച്ചു കളയുകയാണ്. കറണ്ട് ഷോർട്ട് സർക്യൂട്ടിലൂടെ നമ്മൾ കരിച്ചു കളയാണ് ചെയ്യുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാനും കഴിയും. അതായത് ഈ ജീവി മരിച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ അതിന്റെ സ്വിച്ച് ഒന്ന് അമർത്തി പിടിച്ചാൽ ആ ജീവിയുടെ ശരീരത്തിൽ നിന്നും പുക ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അതിന്റെ ശരീരം കത്തിക്കരിഞ്ഞിട്ടുള്ള മണം നമ്മുടെ മൂക്കിലേക്ക് അടിക്കുകയും ചെയ്യും. ചില സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് അതിങ്ങനെ കത്തുന്നത് തന്നെ കാണാനും കഴിയും. അപ്പോ ഈ ബാറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രാണികളെ കൊല്ലാൻ പാടില്ല എന്നർത്ഥം. എന്നാൽ കൊല്ലാവുന്ന സമയവുമുണ്ട്. അതെപ്പോഴാണ്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ പറയുന്നുണ്ട്. അതായത് ഈ കൊതുക്, ഈച്ച അതുപോലെയുള്ള പ്രാണികൾ നമ്മളെ ശല്യപ്പെടുത്തുമ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം മറ്റു വല്ല വഴികളും തേടണം. അതായത് ഈ കൊതുക് തിരി, അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് പോലെയുള്ള കരണ്ടിൽ പ്രവർത്തിക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ കുന്തിരിക്കം പോലെയുള്ള പുകയ്ക്കുന്ന സാധനങ്ങൾ, ഇങ്ങനെ വല്ല സാധനങ്ങളും ഉപയോഗിച്ചിട്ട് ഈ കൊതുകിനെ തുരത്താനുള്ള വഴി നമ്മൾ നോക്കണം. അത് ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ നടന്നു എന്ന് വരില്ല. കാരണം AC ഒക്കെ ഉള്ള വീടാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ കുട്ടികളുള്ള വീടാണെങ്കിൽ ഈ കൊതുക് തിരിയുടെ മണം അല്ലെങ്കിൽ ഗുഡ് നൈറ്റിന്റെ എഫക്റ്റ്, ഇങ്ങനെ വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ബാറ്റ് ഉപയോഗിക്കാതെ നിവൃത്തിയില്ല എന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ ഈ ബാറ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രാണികളെ കൊല്ലുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. അല്ലാതെ കൊതുകുണ്ട്, അല്ലെങ്കിൽ ഈച്ചയുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രാണി ശല്യം ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ബാറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൊല്ലൽ അത് അനുവദനീയമല്ല. മാത്രവുമല്ല, ഇങ്ങനെ ജീവികളെ കരിച്ചു കളയുക എന്നുള്ളത് ദാരിദ്ര്യത്തിനെ വലിച്ചു വരുത്തുമെന്ന് മറ്റ് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളിൽ നിന്ന് തന്നെ അറിയാതെ ഒരുപാട് ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ വന്നു പോകാറുണ്ട്. എന്നാൽ ഈ ജീവികളെ കരിക്കുക എന്നുള്ളത് ദാരിദ്ര്യത്തെ വലിച്ചു കൊണ്ടുവരികയാണ് എന്നാണ് കിതാബുകളിലുള്ളത്. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്. ഈ അടുപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ, അടുപ്പിന്റെ അടുത്തൊക്കെ ഉറുമ്പുകൾ വരാറുണ്ട്. ചിലപ്പോ തേങ്ങ ചിരണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണമയങ്ങളുള്ള സ്ഥലത്തേക്ക് ഈ ഉറുമ്പ് വരും. അപ്പൊ ഈ ഉറുമ്പിനെ അതേപോലെ അടുപ്പിലേക്ക് അങ്ങ് തട്ടിയിടും. അല്ലെങ്കിൽ തേങ്ങ മുറി, അതിലേക്ക് ചിലപ്പോൾ ഉറുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അടുപ്പിലേക്ക് അങ്ങ് കൊട്ടിയിടും. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഒരു ജീവിയെയും കരിച്ചു കളയാനുള്ള അധികാരം നമുക്ക് ഇല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചതാണ്. അതിന് അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അതുമല്ല, മറ്റൊരു വഴിയിലൂടെ ദാരിദ്ര്യം കടന്നു വരികയും ചെയ്യും. അപ്പോ ഒരു ജീവികളെയും നമ്മൾ തീ വെച്ചുകൊണ്ട് കരിച്ചു കളയരുത്. അപ്പൊ കൊല്ലാൻ പാടുണ്ടോ? ഈ കൊതുക് പോലെയുള്ള ജീവികളെ നമുക്ക് കൊല്ലാം. കാരണം അത് നമ്മളെ ഉപദ്രവിക്കുന്നതാണ്. അതായത് നമ്മളെ കടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് രോഗങ്ങൾ പരത്തുന്ന ജീവിയാണ് കൊതുക്. അപ്പൊ അതുകൊണ്ട് കൊതുകിനെ ഏതായാലും കൊല്ലണം. അത് കരിച്ചുകൊണ്ട് കൊല്ലാൻ പാടില്ല.
വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കൊല്ലാം. അതുപോലെ തന്നെ ഉറുമ്പ്, നമ്മെ കടിക്കുന്ന ചില ഉറുമ്പുകളുണ്ട്, കടിച്ചാൽ വല്ലാത്ത വേദനയായിരിക്കും. അതുപോലെ തന്നെ ശരീരം മാന്തിയിട്ട് ഇങ്ങനെ വീർത്തു വരുന്നതായിരിക്കും. അങ്ങനെയല്ല ഉള്ള ഉറുമ്പുകളെ കൊല്ലാം, പക്ഷെ കരിച്ചു കളയരുത്. ചില ഉറുമ്പുകളെ കൊല്ലാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ ഉപദ്രവം ചെയ്യാത്ത, നമ്മളെ കടിക്കാത്ത ചില തരം ഉറുമ്പുകളുണ്ട്, അതിനെ നമ്മൾ കൊല്ലരുത്, അതിനെ ആട്ടി ഓടിച്ചു വിടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചില കുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്, ഈ കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് ഉപയോഗിച്ചിട്ട് കൊതുകിനെയും ഈച്ചനെയും അവർ കാണുന്ന ജീവികളൊക്കെ അതുപയോഗിച്ച് അവർ കൊല്ലും. അവർക്കൊരു രസമാണ്, അവർക്കൊരു കളിയാണ്. കാരണം ഈ ജീവികൾ അതിൽ വീഴുമ്പോ അതിലുണ്ടാകുന്ന ശബ്ദം, ടിക് 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 എന്നുള്ള ആ ശബ്ദം, അത് കേൾക്കാൻ അവർക്കൊരു രസമാണ്. അതിങ്ങനെ തമാശ കളിച്ചിട്ട് അവരതിൽ കൊല്ലുന്നത് കാണാറുണ്ട്. എന്നാൽ ഇനി മുതൽ അങ്ങനെ കൊല്ലാൻ അവർക്ക് കൊടുക്കരുത്. ഒരു ജീവിയെയും കരിച്ചു കളയരുത്. ഏതായാലും മസ്അല മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു തആല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.